പ്രോവിഡന്റ് ഫണ്ട് തുക ലഭിക്കാത്തതിനെ തുടർന്ന് കൊച്ചിയിലെ PF ഓഫീസിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത്. 80,000 രൂപ PF വിഹിതം കിട്ടാതായതോടെയാണ് ക്യാൻസർ രോഗിയായിരുന്ന ശിവരാമൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ശിവരാമന്റെ മരണത്തിന് ഉത്തരവാദി PF ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്ന് കുടുംബം ആരോപിച്ചു. അപ്പോളോ ടയർസിൽ നിന്ന് വിരമിച്ച് 9 വർഷമായിട്ടും PF കിട്ടിയില്ല. ആവശ്യപ്പെട്ട രേഖകളെല്ലാം സമർപ്പിച്ചിട്ടും നീതി നിഷേധിച്ചെന്നും ശിവരാമന്റെ കുടുംബം പറഞ്ഞു. പുള്ളി അപ്പോളോ ടയർസിൽ സാധാരണ എഞ്ചിനീയറിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. ആളുടെ പ്രായപരിധി കഴിഞ്ഞപ്പോൾ അതിന് പോന്നു. അപ്പോൾ അതിൽ PF കുറച്ച് പൈസ നിലവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ സാധാരണ എഞ്ചിനീയർമാർ കൊടുത്തു. പിന്നെ ആളവിടെ ചെന്ന് കഴിഞ്ഞ് അതിൻ്റെ പൈസ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞാണ്ട് അത് നിരുത്സാഹപ്പെടുത്തി തിരിച്ചുകൂടെ ചെയ്തത്. അപ്പോൾ അവസാനം പറഞ്ഞ ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നൊരു രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആധാർ കാർഡിലുള്ള രീതിയിൽ അവർ ഹാജരാക്കിയിട്ടു. അത് പോരാ. ഇപ്പോൾ UP ഓഫീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പുള്ളിയാണ് അത് കൊടുക്കാൻ ഇങ്ങനെ കഴിയില്ല എന്നുള്ള രീതിയിൽ പെരുമാറി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആൾ ഇന്നലെ പോയിസൺ അടിച്ചെന്ന് അറിയപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരും ജെയ്സൺ ചാമവളപ്പിലും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ മട്ടന്നൂർ, നിർഭാഗ്യകരമായ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് ഈ രാവിലെ എത്തുന്നത്. ഒരു നിവൃത്തിയില്ലാതായ മരണത്തിലേക്ക് പോയി എന്ന് വേണോ മനസ്സിലാക്കാൻ? എന്തൊക്കെയാണ് ഈ PF കിട്ടാതെ അതിന് പിന്നാലെ നടന്നതിനെ കുറിച്ചടക്കം ഈ മരണത്തിലേക്ക് എത്തുന്നത് വരെയുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? അർജുൻ. സുജിയ, തൃശൂർ പേരാമ്പ്ര സ്വദേശിയായ 68 വയസ്സുള്ള ശിവരാമൻ ഇന്നലെ ഉച്ചക്കാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ റീജിയണൽ ഓഫീസ്, കൊച്ചി കലൂരിലെ റീജിയണൽ ഓഫീസിലേക്ക് എത്തിയത്. ഇവിടെ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന PF തുക വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നലെ എത്തി. പക്ഷേ ഈ തുക അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ചില രേഖകൾ സമർപ്പിക്കണമെന്നൊരു മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി തവണ അദ്ദേഹം ഈ PF ഓഫീസിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഈ PF ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇന്നലെ ഈ കയ്യിൽ കരുതിയിരുന്ന വിഷം അദ്ദേഹം ഈ PF ഓഫീസിൽ വെച്ച് തന്നെ കഴിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ബന്ധുക്കളടക്കം ചിലർ അദ്ദേഹമുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം വിട്ടു നൽകുക. പക്ഷേ ഈ PF നൽകുന്നതിനുള്ള തടസ്സങ്ങൾ എന്ന കാര്യം ഇതുവരെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് ഇതുവരെ സാധ്യമായിട്ടില്ല. എന്തായാലും ചില രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ രേഖകൾ സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഈ PF അദ്ദേഹത്തിന് നൽകാൻ കഴിയാത്തത് എന്നൊരു മറുപടിയാണ് അനൗദ്യോഗികമായി ലഭിക്കുന്നത്. ഏതൊക്കെ രേഖകളാണ് ഇതിന് തടസ്സമായി നിന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. എന്തായാലും നിരവധി തവണ അദ്ദേഹം PF ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഈ PF വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രേഖകളടക്കം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്നലെ ഉച്ചക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സുജയ. ഓക്കെ, കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് എന്നത് കൂടി നോക്കാം നമുക്ക്. അർജുൻ, ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ ചാമവളപ്പിൽ, കുടുംബം കൃത്യമായി പറയുന്നുണ്ട് 9 വർഷം കാത്തിരുന്നതിനെ കുറിച്ച്, നടത്തിയ നീക്കങ്ങളെ കുറിച്ച്. ഒരു ആത്മഹത്യ അത് ഒഴിവാക്കാമായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്ന് കുടുംബം കൃത്യമായി പറയുകയാണോ? ജെയ്സൺ, അവരുടെ അടുത്ത നീക്കം എന്താണ്? തീർച്ചയായും സുജയ, ശിവരാമന്റെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം PF ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്നാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. ഇയാൾക്ക് 67 വയസ്സായിരുന്നു. PF ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് ബർത്ത് സർട്ടിഫിക്കറ്റാണ്. പക്ഷേ പഴയ കാലത്ത് നമുക്കറിയാം 67 വർഷം മുമ്പുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ലഭ്യമാകുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലായി ഇദ്ദേഹം PF ഓഫീസിൽ ഇറങ്ങുന്നു. പല ഉദ്യോഗസ്ഥരും അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് വളരെ ശക്തമായ നിലപാടുമായി നിന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പ്രധാനമായി ഇദ്ദേഹത്തിന് ക്യാൻസർ ചികിത്സയ്ക്ക് നിരവധി തവണ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. അയാൾ കീമോ ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. 80,000 രൂപ മാത്രമാണ് ഇയാൾക്ക് ലഭിക്കേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയാണ് ഒരു ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് ഒരു കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്നാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. വെറും 80,000 രൂപ നൽകുന്നതിന് ഒരു പേപ്പർ തടസ്സമായിരുന്നു എന്നാണ് PF ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പല ഉദ്യോഗസ്ഥരും ഇത് ചില വിട്ടുവീഴ്ച ചെയ്യാമെന്ന നിലപാട് സ്വീകരിച്ചപ്പോഴും ഒരു ഉദ്യോഗസ്ഥൻ ഇക്കാര്യത്തിൽ കടുംപിടുത്തം കാണിച്ചു എന്നതാണ്
അവർ ആരോപിക്കുന്ന പ്രധാനമായ ആരോപണം. മാത്രമല്ല ഇയാൾ കരാർ ജീവനക്കാരൻ. വളരെ കുറച്ച് കാലം മാത്രമാണ് അയാൾക്ക് അവിടെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുക. വളരെ വയസ്സ് കൂടിയതിനു ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ അപ്പോളോ ടയേഴ്സിൽ ഒരു കരാർ ജീവനക്കാരൻ താൽക്കാലിക ജീവനക്കാരനായി ജോലി ലഭിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് വളരെ കുറഞ്ഞ തുക PF ഫണ്ടിലേക്ക് എത്തിച്ചേർന്നതും. അത്തരത്തിൽ ഒരു 80,000 രൂപ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ വേഗത്തിലാക്കാമായിരുന്നു PF ഉദ്യോഗസ്ഥന്മാർക്ക് എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇത് ലഭിക്കാത്തതിലുള്ള കഠിനമായ ദുഃഖം, നിരാശ കഴിഞ്ഞ കുറേ നാളുകളായി വീട്ടിൽ പങ്കുവച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. വളരെ അത്യാവശ്യമായ സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക പണത്തിനും ആവശ്യമുള്ള ഘട്ടത്തിലാണ് പലതവണ ഓഫീസിൽ കയറിയിറങ്ങിയതിൻ്റെ ഒരു പ്രതിഷേധവും വേദനയും എല്ലാമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക. അതുതന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇത്തരത്തിലൊരു അനുഭവം ഇനി ഒരാൾക്കുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ബന്ധുക്കൾ പ്രധാനമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. PF ഉദ്യോഗസ്ഥരുടെ പ്രതികരണം നമുക്ക് നേരത്തെ അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി തനിക്ക് ലഭിക്കേണ്ട, തനിക്ക് അവകാശപ്പെട്ട PF പണത്തിന് വേണ്ടി 80,000 രൂപയ്ക്ക് വേണ്ടി നിരവധി തവണ ഒരു ഓഫീസിൽ കയറിയിറങ്ങുക, ലഭിക്കാതെ വന്നപ്പോൾ അതിലുള്ള നിരാശ, കടുത്ത നിരാശയും വേദനയും ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുജയ, വീണ്ടും അർജുൻ മട്ടന്നൂരിലേക്ക് പോകുന്നു. ജെയ്സൺ തുടരുക. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ 67 വയസ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇത്രയും കാലമായി PF ലഭിക്കാത്ത ഒരു സാഹചര്യം. അപ്പോളോ ടയേഴ്സിലെ മുൻ ജീവനക്കാരനായിരുന്നല്ലോ. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാനുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള രേഖകളില്ലാതെ വരുമ്പോൾ സഹായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ അങ്ങനെയുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അതേക്കുറിച്ച് എന്തെങ്കിലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അർജുൻ? സുജയ, അക്കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും അയാൾക്ക് അർഹതപ്പെട്ട പ്രൊവിഡന്റ് ഫണ്ട് തുക അത് ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ നിരവധി തവണ അദ്ദേഹം PF ഓഫീസിൽ ബന്ധപ്പെടുകയും PF ഓഫീസിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റേ തരത്തിലുള്ള സഹായങ്ങൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നത് ആ കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എങ്കിലും അയാൾ അർഹമായ തുക ലഭിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലെ ഈ റീജിയണൽ ഓഫീസിൽ തന്നെ അദ്ദേഹം പലതവണ എത്തിയത്. ഇന്നലെയും ഇതേ ആവശ്യവുമായി അദ്ദേഹം എത്തി. ഏതാണ്ട് ഉച്ചക്ക് അദ്ദേഹം ഇവിടെ എത്തി. പക്ഷേ ഈ ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ അവിടെ ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർ ഇതിനെ തടസ്സം നിൽക്കുകയും അദ്ദേഹത്തിന് PF ലഭിക്കില്ല എന്നത് ഏതാണ്ട് ഉറപ്പായ മട്ടിലാണ് അദ്ദേഹം അവിടെ നിന്ന് ഇത്തരമൊരു കൃത്യത്തിലേക്ക് അദ്ദേഹം കടന്നത്. കയ്യിൽ കരുതിയിരുന്ന വിഷം അദ്ദേഹം ഈ PF ഓഫീസിനുള്ളിൽ വെച്ച് തന്നെ അദ്ദേഹം കഴിക്കുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. എന്തായാലും ഈ തുക, ഇതുമായി ബന്ധപ്പെട്ട തുക അദ്ദേഹത്തിന് നൽകുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തടസ്സം എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി PF ഉദ്യോഗസ്ഥർ നൽകേണ്ടതുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഇതുവരെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ നേരത്തെ അല്പസമയം മുമ്പ് ഇവിടെ എത്തി ഈ ഉദ്യോഗസ്ഥരടക്കം നേരിട്ട് കാണാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിന് അവർ തയ്യാറായിട്ടില്ല, അങ്ങോട്ടേക്ക് കടത്തിവിടുന്നുമില്ല. ഇക്കാര്യത്തിൽ അവർ വ്യക്തത വരുത്തും, പിന്നീട് വിശദീകരണം നൽകും എന്നൊരു മറുപടി മാത്രമാണ് PF ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ കാര്യത്തിൽ PF ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്താണ് എന്ന കാര്യം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുജയ, ഓക്കെ, ആ വിശദീകരണങ്ങൾ കൂടി തേടുക. PF ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്താണ് പറയാനുള്ളത്? ഒപ്പം അപ്പോളോ ടയേഴ്സിലെ മുൻ ജീവനക്കാരനായിരുന്നു. കമ്പനിയിൽ നിന്ന് വിരമിക്കുമ്പോൾ PF ലഭ്യമാകുന്നതിന് ആവശ്യമായ സഹായങ്ങൾ നൽകിയിരുന്നോ എന്നതിലടക്കം വ്യക്തത വരണം. ഒപ്പം കുടുംബത്തിന്റെ പരാതി, അത് അവരെങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നതും അറിയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ പ്രതികരണങ്ങളും നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ, അദ്ദേഹത്തിന്റെ കുടുംബവുമായി സ്ഥലം MLA അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് ജനപ്രതിനിധികളുടെ ഒരു ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോളോ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പേരാമ്പ്രയിലാണ്. പക്ഷേ അപ്പോളോ കമ്പനി അവിടെ നിന്നും ഇദ്ദേഹം വിരമിച്ചിട്ട് 9 വർഷം പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കമ്പനിക്ക് മറ്റു രീതിയിലുള്ള ഒന്നും പറയാനില്ല എന്നാണ് നാം കമ്പനിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇടപെടുകയാണ് ജെയ്സൺ.